2555 ദിവസങ്ങൾ കൊണ്ട് ചിന്ത ചേച്ചിയും കൂട്ടരും നൽകിയത് 54 ലക്ഷം പൊതിച്ചോറ്. നെഞ്ചും വിരിച്ചു നിന്ന് ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തേ എന്ന് ഊറ്റം കൊള്ളുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതാകട്ടെ വമ്പൻ പൊങ്കാല. പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഡിവൈഎഫ്ഐക്കാർ വന്നാൽ ആരും പൊതിച്ചോറ് കൊടുക്കരുത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിലും പാവപ്പെട്ടവർ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ആ പേരും പറഞ്ഞ് മുതലെടുക്കുകയാണ് ഇക്കൂട്ടർ. നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അത് നേരിട്ട് കൊടുക്കുക. കൊടുക്കുന്നവർ ഒരിക്കലും വിളിച്ചു പറയരുത്. നമ്മൾ കൊടുത്തേക്കാവുന്ന ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ ആ പേരും പറഞ്ഞ് സ്വന്തം ലാഭം നോക്കുന്ന ആളുകളെ തിരിച്ചറിയുക എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ. ഇതുകൂടാതെ നാട് നീളെ തെണ്ടി പൊതിച്ചോറ് വാങ്ങി ആശുപത്രിയിൽ കൊടുക്കും, അല്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയൊന്നും ഡിവൈഎഫ്ഐ പൊതിച്ചോറ് നൽകുന്നില്ലെന്നും കാശ് മാരാർക്കും അടി ചെണ്ടയ്ക്കുമെന്നാണ് കമന്റുകൾ വരുന്നത്. അതേസമയം ഡിവൈഎഫ്ഐ പൊതിച്ചോറ് സംബന്ധമായിട്ട് പറയുന്ന വാർത്ത ഇങ്ങനെയാണ്: 8 വർഷത്തിനിടെ ഡിവൈഎഫ്ഐക്കാർ 54 ലക്ഷം പൊതിച്ചോറുകൾ വിതരണം ചെയ്തു എന്നാണ് ചിന്താ ജെറോം പറയുന്നത്. പൊതിച്ചോറ് വിതരണം ചെയ്ത ഡിവൈഎഫ്ഐ എന്ന 4 അക്ഷരം നാടിന്റെ സ്നേഹമായി മാറിയെന്നും ചിന്താ ജെറോം വിളിച്ചു പറയുകയാണ്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണ പദ്ധതിയെ ഹൃദയസ്പർശത്തിന്റെ 8ാം വാർഷികത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 2555 ദിവസങ്ങൾ കൊണ്ട് 54 ലക്ഷം പൊതിച്ചോറുകളാണ് ഡിവൈഎഫ്ഐ വിതരണം ചെയ്തത്. ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുകൾ ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്നു. കഴിഞ്ഞ 7 വർഷമായി ഡിവൈഎഫ്ഐ മുടക്കമില്ലാതെ ഇത് തുടരുന്നു. പ്രതിദിനം 2000 പൊതിച്ചോറുകളാണ് സംഘടന വിതരണം ചെയ്യുന്നത്. പൊതിച്ചോറുകൾ വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ എന്ന 4 അക്ഷരം ഈ നാടിന്റെ സ്നേഹമായി മാറിയെന്നാണ് ചിന്താ ജെറോം വ്യക്തമാക്കിയത്. ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം വരുന്നത്. ജില്ലാ ആശുപത്രിയിലേക്ക് പൊതിച്ചോറ് എന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീടുകളിലെത്തുമ്പോൾ യാതൊരു മടിയും കൂടാതെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊതിച്ചോറുകൾ നമുക്ക് നൽകുമെന്നും കുടുംബാംഗങ്ങൾ ജാതിയോ മതോ രാഷ്ട്രീയമോ നോക്കാറില്ലെന്നും ഡിവൈഎഫ്ഐയുടെ മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച അടയാളപ്പെടുത്തലായി പൊതിച്ചോറ് വിതരണം മാറിയെന്നൊക്കെ പറയുമ്പോൾ ഇക്കഴിഞ്ഞ നാളിൽ പൊതിച്ചോറ് നൽകണമെന്നാവശ്യപ്പെട്ട വീട്ടമ്മ അത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ ഡിവൈഎഫ്ഐക്കാർ വീട് കയറി ആക്രമിച്ച കഥ വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പാട്ടാണ്. ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം വരുന്നത്. ജില്ലാ ആശുപത്രിയിലേക്ക് പൊതിച്ചോറ് എന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീടുകളിലെത്തുമ്പോൾ യാതൊരു മടിയും കൂടാതെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊതിച്ചോറുകൾ നമുക്ക് നൽകുമെന്നും കുടുംബാംഗങ്ങൾ ജാതിയോ മതോ രാഷ്ട്രീയമോ നോക്കാറില്ലെന്നും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.